വേഗം ആവട്ടെ കൃഷ്ണൻകുട്ടി, ഇനി വൃത്തിയാക്കൽ കഴിഞ്ഞില്ലേ? അവര് വരണ്ട സമയമായി, ഒന്ന് വേഗം ആവട്ടെ. നമസ്തേ നമസ്തേ കുട്ടികളെ, എന്താ എത്ര വൈകിയത്? വേഗം പോയി അവളെ ഒരുക്ക, അവള് മുകളിലുണ്ട്. ഓഹോ ശങ്കര, ഇതെന്തായി കാണിച്ചേ? ഇത് ഇവിടെയാണ് വെക്കുക, അങ്ങോട്ട് നീക്കി വെക്ക അവിടെ. ഓ അവരെത്തിന്നാ തോന്നണേ. വേഗം പോയി ചായയുടെ കാര്യം നോക്കൂ. വേഗം. നമസ്കാരം. നമസ്കാരം മേത്താജി. അശ്വിൻ മോനെ, എന്തോ? ഇതാണ് മേത്താജി. നമസ്തേ. വരൂ മോനെ. മോനെ, മേത്താജി ഏറെ പേരുകേട്ട ജ്യോതിഷിയാണ്. ഓഹോ, എല്ലാം ഭഗവതിയുടെ കൃപ. വരൂ വരൂ. ശരി, വരൂ, വന്നാട്ടെ. വരൂ, ഇരുന്നാട്ടെ. വരൂ മോനെ. അപ്പൊ എന്താ കുടിക്കാൻ? ഞങ്ങൾക്ക് വേണ്ട ആളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ലല്ലോ. ആ സംഗതി പിടികിട്ടി. ഞാൻ ഉടൻ തന്നെ പൂജമ്മളോട് വരാൻ പറയാം. അശ്വിൻ, എന്തോ? പൂജ വളരെ സുന്ദരിയാണ്. അമ്മേ, ഞാൻ പൂജയുടെ ഫോട്ടോ കണ്ടതല്ലേ? വരൂ മോളെ, വരൂ. വാ മോളെ. വാ. ഇതാണ് എൻ്റെ മോള് പൂജ. മോളെ പൂജെ, ഇത് ശ്രീമതി ചൗധരി, ഇത് ഇവരുടെ മോൻ അശ്വൻ. നമസ്തേ. നമസ്തേ. വാ മോളെ. ഇവരൊക്കെ പൂജയുടെ കൂട്ടുകാരികളാ. പൂനം, ഏക്ത, കിരൺ. നമസ്തേ. വരൂ മോളെ, എന്റെ അടുത്ത് വന്നിരിക്കെ. ചെല്ലു മോളെ. മേത്താജി, അങ്ങയുടെ മോള് വളരെ സുന്ദരിയാണ്. സന്തോഷായി. അശ്വിൻ, നീ പൂജയുടെ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. ദാ പൂജ നിന്റെ മുന്നിലിരിക്കുന്നു. അങ്കിൾ അങ്കിൾ, ഞങ്ങൾ അശ്വിനോട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. അത് മോളെ, അതിനെന്താ, ആള് വലിയ ഗൗരവക്കാരനാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, അത് തോന്നുന്നതാ. അശ്വിൻ വളരെ സോബറാ. മിസ്റ്റർ അശ്വിൻ ഒന്നും മിണ്ടില്ലേ? ഓഫ് കോഴ്സ്, ആവശ്യം വന്നാലും സംസാരിക്കും. നിങ്ങളുടെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞോ? നോക്കൂ, ഇനി വേണമെങ്കിൽ ഇവർക്ക് തമ്മിൽ വല്ലതും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ. ശരിയാ, പൂജയോട് എന്തെങ്കിലും ചോദിക്കും മകനെ. പിന്നെ എന്റെ മോള് നന്നായി ചിത്രം വരയ്ക്കും. അതെയോ? പൂജമോളെ, അശ്വിന് നിന്റെ പെയിന്റിങ്സ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ശരി, വരൂ. ചെല്ലു മോനെ. ചെല്ലു മോനെ. ഏയ് വേണ്ട വേണ്ട, നിങ്ങളൊന്നും ഉണ്ട്. ഓ
മിസ്റ്റർ അശ്വിൻ, യാ എന്റെ ചിത്രങ്ങൾ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. ഒരു രസത്തിന് കോറിയിട്ടതാ. അല്ലല്ല മിസ് പൂജ, ഈ പെയിന്റിങ്സ് വളരെ നന്നായിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്താണിത്? ഈ മുഖം കണ്ടാൽ ഒരിക്കലും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല. നോക്കൂ, ഈ മീറ്റിംഗ് പരസ്പരം ഇഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ളതല്ലേ? താങ്കൾക്ക് എന്നെ ഇഷ്ടമില്ല എങ്കിൽ തുറന്നു പറഞ്ഞേക്കൂ. ഞാനും എന്തെങ്കിലും നുണ പറഞ്ഞോളാം. അല്ലല്ല മിസ് പൂജ, അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ എന്താണ് പ്രശ്നം? താങ്കൾ ഒന്നും മിണ്ടാത്തത് കൊണ്ട് എനിക്കെന്തോ അസ്വസ്ഥത തോന്നുന്നു. നോക്കൂ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ്. സാധാരണയായി കണ്ടിട്ടുള്ളത് പലരും പേരന്റൽ പ്രഷർ കാരണം നിർബന്ധപൂർവ്വം വിവാഹത്തിന് സമ്മതം മൂളുന്നു. എന്നിട്ട് സ്വന്തം വിവാഹ ജീവിതം നരകതുല്യമായി തള്ളി നീക്കുന്നു. മിസ് പൂജ, എന്റെ മൗനത്തിനുള്ള കാരണം ഇതൊന്നും തന്നെയല്ല. എന്റെ മൗനത്തിനുള്ള കാരണം മറ്റൊന്നാണ് പൂജ. സത്യത്തിൽ അറേഞ്ച്ഡ് മാരേജിൽ വിവാഹം കഴിക്കാൻ പോകുന്നവർ തമ്മിൽ മുൻപരിചയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരാൾക്ക് മറ്റേയാളുടെ സ്വഭാവത്തെക്കുറിച്ചോ ടെമ്പറാമെന്റിനെ കുറിച്ചോ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അറിയാനിടയില്ല. പിന്നെ സത്യം തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ഈ ആലോചന വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞതാ. എന്നെ കണ്ടിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടും കൂടിയില്ല. അതിനു മുമ്പേ എങ്ങനെ തീരുമാനമെടുത്തു? തീരുമാനം ഞാൻ ഇനിയും എടുത്തിട്ടില്ല മിസ് പൂജ. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ജീവിതത്തിലെ ചില നഗ്നസത്യങ്ങൾ തുറന്നു പറയാനുണ്ട് മിസ് പൂജ. അത് തുറന്നു പറയാതെ എന്റെ ജീവിതത്തിലേക്കുള്ള പുതിയ യാത്ര എനിക്ക് തുടങ്ങാനാവില്ല. മിസ് പൂജ, എന്റെ ഈ മൗനത്തിന് കാരണം ഒരു യുവതിയാണ്. അവളുടെ പേരാണ് ഛായ. ഞങ്ങൾ ഇരുവരും ഏറെക്കാലം പ്രണയബന്ധത്തിലായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനീ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചു? എനിക്കിതെല്ലാം വിചിത്രമായി തോന്നുന്നു. പ്രേമിക്കുന്നവളെ തന്നെ വിവാഹം ചെയ്യണ്ടേ? മിസ്റ്റർ അശ്വിൻ, ഇത് ശരിയാണോ? നിങ്ങൾ പറഞ്ഞു വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഞാനും അത് മോഹിച്ചതാണ്. മിസ് പൂജ, ഞാനും ഛായയും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത്. ഛായ എന്നെ ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതാണ് ഏറെ ശരി. ഛായയ്ക്ക് മറ്റൊരു പെൺകുട്ടിയുമായി ഞാൻ ഒന്ന് മിണ്ടുന്ന കാര്യം പോട്ടെ, ഒന്ന് നോക്കുന്നത് പോലും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് എന്നും കോളേജിൽ എന്തെങ്കിലും പ്രശ്നം അവൾ ഉണ്ടാക്കിയിരുന്നു. ഒരു ദിവസം ഛായയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. എനിക്കിന്നും ഓർമ്മയുണ്ട്. ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ. ഞാൻ കോളേജിലെ ക്യാൻറ്റീനിലായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്നേ. സ്വീറ്റി, ഒരു മിനിറ്റ്. എന്താ അശ്വിൻ, എത്ര നേരം ഞങ്ങൾ കാത്തിരിക്കണു? കട്ട് ചെയ്യുന്നേ പ്ലീസ്. അത് എന്താണ്? പ്ലീസ് അശ്വിൻ. ഏയ് കം ഓൺ ഫ്രണ്ട്സ്. അശ്വിൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാ. കം ഓൺ. ഓക്കേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to Ashwin.
താങ്ക് യു വെരി മച്ച്. Give it to me. Happy birthday, Ashwin. താങ്ക് യു. Hi, Chaya. ഛായ, അത് ഛായ, എന്താ ഇത്? ഒരു മിനിറ്റ് ഛായ, ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ. പ്ലീസ് ഛായ, പ്ലീസ്. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, ഓക്കേ? ഇവരെ ഞാൻ ക്ഷണിച്ചതാ. I want to kill her. ഛായ, I will kill her. no, I will don't kill her. worry. Sweetie, I will please, kill her. വേഗം വെക്കോ. I will Please, kill വേഗം. her. പോവാനാ പറഞ്ഞേ, please. I'm going to kill Cool her. down. I'm going to kill her. I'm Chaya. going to kill her. I'm going to kill her. I'm going to kill her. I'm going to kill her. എനിക്ക് മാത്രമേ അറിയാവുന്ന ഞാൻ എത്ര ശ്രമിച്ചിട്ടാ ഛായയെ സമാധാനിപ്പിച്ചതെന്ന്. അന്ന് അവൾ അത്രമാത്രം വൈൽഡായിരുന്നു. ആ ദിവസവും എനിക്ക് ഓർമ്മയുണ്ട്. മോളെ ഛായ, ഇനി നീ അശ്വിനെ മോതിരമണിക്കൂ. അശ്വിൻ എന്നെ അണിയിച്ചത് എൻഗേജ്മെന്റ് റിംഗ് ആണ്. എൻ്റെ മോതിരത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെയാണ് വിളക്കി ചേർത്തിരിക്കുന്നത്. ഇതെന്നും അശ്വിൻ്റെ വിരലിൽ കാണണം. അശ്വിൻ, ഇന്നു മുതൽ അശ്വിൻ എൻ്റെ സ്നേഹത്താൽ ബന്ധിതനായിരിക്കും. ഇതിൽ നിന്നും അശ്വിൻ ഇനി മോചനമില്ല. എൻ്റെ മരണശേഷം പോലും ഇതിൽ നിന്ന് മോചനമുണ്ടാവില്ല. ഛായ നിങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്നു അല്ലേ? എൻഗേജ്മെന്റ് കഴിഞ്ഞു. എന്നിട്ട് എങ്ങനെ ആ ബന്ധം മുറിഞ്ഞുപോയി? അതെന്തേ എന്നെനിക്ക് മനസ്സിലായില്ല. വിധി ആർക്ക് തടുക്കാനാകും? എല്ലാം വിധിയാണ്. ഒരു ദിവസം അപ്രതീക്ഷിതമായി എന്റെ ഛായ എന്നെ വിട്ട് പോയി മറഞ്ഞു. പോയെന്നു? പക്ഷെ എവിടേക്ക്? ഛായയ്ക്ക് അവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു വരാനാകില്ല. മിസ്റ്റർ
മിസ്റ്റർ അശ്വിൻ, ഐ എം സോറി. കേട്ടിട്ട് വല്ലാതെ വിഷമം തോന്നുന്നു. നാളേറെയായിട്ടും എൻ്റെ മനസ്സിനെ എനിക്ക് സമാധാനിപ്പിക്കാനായിട്ടില്ല. എനിക്കെൻ്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇനിയൊന്നും ബാക്കിയില്ല. ചായ പോയി. ആ ദുഃഖം എൻ്റെ ഉള്ളിൽ കിടന്ന് വിങ്ങുകയായിരുന്നു. ഞാൻ എന്തു ചെയ്യും? എത്രയോ തവണ അമ്മയും ഫ്രണ്ട്സും എന്നെ സമാധാനിപ്പിക്കാൻ നോക്കി. അമ്മ എന്നോട് പറഞ്ഞു, അശ്വിൻ, ജീവിതം ഒരു കൈത്തോടൊന്നുമല്ല, വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന കൈത്തോട്. ജീവിതമൊരു മഹാസാഗരമാണ്, ആഴവും പരപ്പുമുള്ള മഹാസാഗരം. അമ്മയുടെ കണ്ണീര് കണ്ടപ്പോൾ ഞാൻ സ്വന്തം മനസ്സിനെ സാന്ത്വനിപ്പിച്ച് എല്ലാറ്റിനും സമ്മതിച്ചു. മിസ് പൂജ, എല്ലാം യാദൃച്ഛികമായിരുന്നു. അമ്മ എന്നെ ആദ്യം കാണിച്ച ഫോട്ടോ ഞാൻ ഓക്കെ ചെയ്തു. അത് നിങ്ങളുടേതായിരുന്നു. ഞാൻ നിങ്ങളെ കാണണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഒന്ന് ആദ്യമേ നിശ്ചയിച്ചിരുന്നു, ഇനി എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സ്ത്രീയോട് ഞാൻ നടന്നതെല്ലാം തുറന്നു പറയുമെന്ന്. അല്ലെങ്കിൽ അത് ആത്മവഞ്ചനയാകില്ലേ? ഞാൻ വളരെ സ്വാർത്ഥനാണെന്നായിരിക്കും ഇപ്പോൾ എന്നെക്കുറിച്ച് മിസ് പൂജ വിചാരിച്ചിട്ടുണ്ടാവുക. ഒന്നുകൂടി ഞാൻ തുറന്നു പറയാം. എൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിലെ ശൂന്യത ഇല്ലാതാക്കുവാനായി ഏറെ പരിശ്രമിക്കേണ്ടി വരും, കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. മിസ് പൂജ, ഞാൻ ഒരു കാര്യവും നിങ്ങളിൽ നിന്ന് ഒളിച്ചിട്ടില്ല. ഇനിയുള്ള തീരുമാനം നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് മിസ് പൂജ. എൻ്റെ മനസ്സിലുള്ളതെല്ലാം തന്നെ ഞാൻ തുറന്നു പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്തും തീരുമാനിക്കാം. മിസ്റ്റർ അശ്വിൻ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സത്യസന്ധത എന്നെ ശരിക്കും ഉലച്ചു കളഞ്ഞു. എനിക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയാവുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ട്. നിങ്ങൾ സത്യസന്ധനാണ്. നിങ്ങൾക്കൊരിക്കലും മറ്റൊരാളുടെ ഫീലിംഗ്സിനെ ഹേർട്ട് ചെയ്യാനാകില്ല. സ്നേഹത്തിന് തീർച്ചയായും ശക്തിയുണ്ട്. കാലത്തിന്റെ മുറിവുകളെ സ്നേഹത്തിന് ഉണക്കാനാക്കും. അശ്വിന്റെ മനസ്സ് വളരെ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മനസ്സിൽ ഒരിടം ഞാൻ നേടിയെടുക്കും. ഇനി അശ്വിന് പറയാനുള്ളത് കേൾക്കട്ടെ. പൂജ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അശ്വിൻ, എന്താമേ? മോനെ ഇതാ കല്യാണക്കുറി കിട്ടി. ആരെയൊക്കെയാ ക്ഷണിക്കണ്ടേ അവരുടെയൊക്കെ പേരെഴുത്. അത് നീ തന്നെ ചെയ്യണം.
ഓക്കെ അമ്മേ. അശ്വിൻ, എന്താ അമ്മേ? നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ അമ്മേ? നീ ഇതുവരെ ഈ മോതിരം അഴിച്ചു മാറ്റിയില്ലല്ലോ. മോനെ, ഇത് അഴിക്കാതെ എങ്ങനെ ശരിയാവുക? അശ്വിൻ എന്നെ അണിയിച്ചത് എൻഗേജ്മെന്റ് റിംഗ് ആണ്. പക്ഷേ ഈ മോതിരത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെയാണ് വിളക്കി ചേർത്തിരിക്കുന്നത്. ഇതെന്നും അശ്വിൻ്റെ വിരലിൽ തന്നെ കാണണം. അശ്വിൻ, ഇന്നു മുതൽ അശ്വിൻ എൻ്റെ സ്നേഹത്താൽ ബന്ധിതനായിരിക്കും. ഇതിൽ നിന്നും ഇനി മോചനമില്ല അശ്വിന്. എൻ്റെ മരണശേഷം പോലും ഇതിൽ നിന്ന് മോചനമുണ്ടാവില്ല. അശ്വിൻ, അശ്വിൻ, എന്താ അമ്മേ? എന്തുണ്ടായി? അത് എനിക്ക് മനസ്സിലായി. പൂജ വളരെ നല്ല കുട്ടിയാണ്, പക്വതയുള്ളവളാണ്. ചായ അണിയിച്ച ഈ മോതിരം ഇനിയെങ്കിലും ഊരി വെച്ചുകൂടെ നിനക്ക്? അമ്മ, ഞാനിത് ഊരാൻ ഏറെ ശ്രമിച്ചതാ. പക്ഷേ ഇത് ഭയങ്കര ടൈറ്റായി, ഊരാൻ പറ്റുന്നില്ല. നോക്കട്ടെ, ഞാനൊന്ന് നോക്കാം. ആ. ആ! എന്തു പറ്റി? എന്തോ ഷോക്കേറ്റ പോലെ. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി. ഞാനിത് സോപ്പ് തേച്ച് ഊരാൻ നോക്കാം. ശരി മോനെ.
Oh my God. ഇത് അശ്വിൻ ശർമാജിക്കുള്ള കാർഡ്. അമ്മേ ഇതെന്താ ഉണ്ടായേ? അറിയില്ലമ്മേ, ഈ മഷിയൊക്കെ കാടിൽ എങ്ങനെ വീണുപോയി. ഞാൻ ഈ മഷിക്കുപ്പി മൂടി വെച്ചിരുന്ന. സാരമില്ല, ഞാൻ വൃത്തിയാക്കാം. പതുക്കെ ഇരുന്നാ മതി കേട്ടോ. പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? പൂജയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സാരി എവിടുന്ന വാങ്ങിയേ? ആ ഇത് കൊള്ളാല്ലേ? ആ ഇത് കൊള്ളാം. ഇത് നോക്ക്, അവളുടെ മാല ഇങ്ങനെയായിട്ട് ആയിരുന്നില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? ഇത് കൊള്ളാം കേട്ടോ. എന്താ കാണിക്കുന്നേ? നാണക്കാരി. നോക്കി ഇതും കൂടെ വെക്കി ഇങ്ങനെ. നീ ഇവിടെ നിന്ന് പിടിക്കേട്ടോ. ശരിയല്ലേ? ആ ചിരിക്ക് ചിരിക്ക്. മൈലഞ്ചൊക്കെ ശരിയായിട്ടില്ലേ? എന്തിനാടി നീ ഇങ്ങനെ നാണിക്കുന്നേ? നോക്കാണ്, സുന്ദരിയാണേ. ഓ നല്ല ഭംഗിയുണ്ട്. അച്ഛൻ അയ്യോ, അമ്മേ ഭഗവതി, അമ്മ രക്ഷിച്ചു. അത്യാപത്തൊന്നും ഉണ്ടായില്ല. എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അമ്മേ, നീ തന്നെ തുണ. എന്റെ കുട്ടി രക്ഷപ്പെട്ടു.
അശ്വിൻ 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 ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ അശ്വിൻ 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 ഒന്നും പറ്റിയില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലമ്മേ. അമ്മ കാത്ത് രക്ഷിച്ചു. എന്തോ ആപത്ത് വരാനിരുന്നതാ. അമ്മേ, മുഹൂർത്തം കഴിയാറായി കാണും. നമുക്ക് പോവാം. മോനെ നിനക്ക്. അമ്മ, എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. വരൂ. ശരി മോനെ, പോകാം. हिरण्यवर्णामहरिणीं सुवर्णरजतस्रजां चन्द्रां हिरण्मयीं लक्ष्मीं जातवेदो महावः जातवेदसे सुनवामसोमरादियदो निधादिवेदः तनपर्षति दुर्गाणि विश्वानावेव सिन्धुं दुर्गाद्यग्निः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते गाज्ञाजनाय विद्महे कन्याकुमारि धीमहि तन्नो लक्ष्मीः प्रचोदयात् एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्तिः प्रचोदयात् एकदन्तं चतुर्दशं पादमङ्गलधारिणम् अभयं वरदं विज्ञानं മോനെ അശ്വിൻ, എന്തേ? പൂക്കൾക്കിടയിൽ മുള്ളുണ്ടായിരുന്നു. അത് പക്ഷേ സാരമില്ല, വീണ്ടും എടുത്തണീക്കൂ. അരുത് മേത്താജി, താഴെ വീണ മല അശുദ്ധമായി കഴിഞ്ഞു. അത് വീണ്ടും എണീക്കാൻ പറ്റില്ല. ദാ ഇത് എണീക്കൂ. ശരി തിരുമേനി. ഇനി ആ താലി എടുത്ത് അണീക്കൂ. ഇനി വധുവും വരനും പ്രദക്ഷിണം വെച്ചോളൂ. सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते वेदाहमेदं पुरुषं महान्तम् आदित्यवर्णं तमसस्तु पारे सर्वाणि रूपाणि विचित्रधीरः नामानि कृत्वा विवदन् यदास्ते नमो व्रातपतये नमो गणपतये नमः प्रमथपतये नमस्तेस्तु लम्बोदराय एकदन्ताय विघ्नविनाशिने शिवसुधाय श्रीवरदमूर्तये नमो नमः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते या देवी सर्वभूतेषु लक्ष्मीरूपेण समस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु मातृरूपेण समस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु कृष्णारूपेण
జాగ్రత్తగా కూర్చో. വരൂ വരൂ അശ്വിൻ, പൂജ അവിടെ കാത്തിരിക്കാണ് കേട്ടോ. ഈ വാതിൽ തുറക്കില്ല അശ്വിൻ. ആരാ ആരാ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത്? ആരാണ്? ഓ, നിങ്ങളായിരുന്നു. ഓ, നിങ്ങളായിരുന്നല്ലേ? എന്ത് പറ്റി അശ്വിൻ? ഒന്നുമില്ല ഒന്നുമില്ല. ഞാൻ വാതിൽ തുറക്കാൻ പറ്റുന്നില്ലല്ലേ? ആ, എന്താ പേടിച്ചു പോയോ? ഞങ്ങള് തുറക്കാട്ടോ. ആ, വാതില് തുറന്നു കഴിഞ്ഞു. ഇനി വേഗം അകത്ത് കയറിക്കോളൂ. വേഗം. അരുത് അശ്വിൻ, അശ്വിൻ അരുത്. നിൽക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. അശ്വിൻ നിൽക്കൂ, മുന്നോട്ട് പോകരുത്. പൂജ, ഞാൻ പൂജയുടെ ഫോട്ടോ കണ്ടിരുന്നു. അന്നേ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നേരിട്ട് കണ്ടു. അപ്പൊ കൂടുതൽ ഇഷ്ടായി. എന്നിതാ നവവധുവിന്റെ വേഷത്തിൽ പൂജ എത്രമാത്രം സുന്ദരിയാണെന്ന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. പൂജ, ഈ സാരിത്തല പുയർത്തും മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. നോക്കൂ, ഇന്നു മുതൽ നമ്മൾ സുന്ദരമായൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് ഞാൻ പൂജയ്ക്കൊരു വാക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ ജീവിതം എപ്പോഴും സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ ഞാൻ ആവുന്നതും ശ്രമിക്കാം. തന്റെ വികാരങ്ങളെ ഞാൻ ഒരിക്കലും മുറിവേൽപ്പിക്കില്ല പൂജ. ബിലീവ് മീ. പൂജ, തന്നെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അശ്വിൻ, 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 അശ്വിൻ എന്ത് പറ്റി? അശ്വിൻ, 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 അശ്വിൻ എന്ത് പറ്റി? അശ്വിൻ, അശ്വിൻ എന്ത് പറ്റി? അശ്വിൻ, അമ്മേ, അമ്മേ, അശ്വിൻ എന്ത് പറ്റി? അശ്വിൻ, അമ്മേ, വേഗം വരൂ അമ്മേ.
ഡോക്ടർ എങ്ങനെയുണ്ട്? ഹിസ് ഫൈൻ, പേടിക്കാനൊന്നുമില്ല. എന്നാലും കൊണ്ടുവന്ന നിലയ്ക്ക് ഞാൻ ചില ടെസ്റ്റിനും കുറിച്ചിട്ടുണ്ട്. അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ, എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല. അശ്വിന് എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. ഇലക്ട്രിക് ഷോക്കേറ്റ് പിടയുന്നത് പോലെയാ അശ്വിൻ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നത് ഡോക്ടർ. ഒരുപക്ഷെ അത് വല്ലാത്ത ക്ഷീണം കൊണ്ടുണ്ടായതാകാം. സത്യത്തിൽ ഇയാളുടെ എല്ലാ ടെസ്റ്റുകളും ഓക്കെയാണ്. ഹിസ് പെർഫെക്റ്റ്ലി ഫൈൻ. എല്ലാം ദേവിയുടെ അനുഗ്രഹം. ഞങ്ങൾക്ക് അശ്വിനെ കാണാൻ പറ്റുമോ? അതിനെന്താ, പക്ഷേ ഞാനിപ്പോൾ അയാൾക്ക് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ആൾ ഉറങ്ങുകയാണ്. ഈ സമയത്ത് ആരും അയാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ശരി ശരി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. താങ്ക് യു സോ മച്ച്. വെൽക്കം. എക്സ്ക്യൂസ് മീ. വാ മോളെ, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും മനസ്സിലാവില്ല അശ്വിന് സംഭവിച്ചത് എന്താണെന്ന്. അച്ഛൻ ഇന്നലെ ഉറങ്ങിയില്ലേ? ഇല്ല മോളെ, വിചിത്രായിരിക്കുന്നു. ഡോക്ടർക്ക് പോലും അശ്വിനെ എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ മോളെ. എനിക്ക് അശ്വിനെ കാണണം. അച്ഛന്റെ സംശയങ്ങൾ കാരണം ഞാൻ കൂടെ വന്നത്. പക്ഷെ എന്റെ മനസ്സ് ഇപ്പോഴും അവിടെയാ. ഒരു കാര്യം ചോദിക്കട്ടെ മോളെ? എന്താ അച്ഛാ? പൂജ മോളെ, അവര് നമ്മെ ചതിച്ചതാവോ? അശ്വിന് വല്ല അപസ്മാരത്തിന്റെ അസുഖമുണ്ടോ? അവരെ അക്കാര്യം മറച്ചു വെച്ചതാവോ? മോളെ, ഈ പഴയ മനസ്സിൽ തോന്നിയ ഒരു സംശയ. അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുന്നത് വളരെ സ്വാഭാവികം തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കും. പക്ഷെ അശ്വിന് ഒരിക്കലും ആരെയും വഞ്ചിക്കാനാവില്ല. അശ്വിൻ വിവാഹത്തിനു മുൻപ് സ്വന്തം ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു രോഗമുണ്ടായിരുന്നെങ്കിൽ അശ്വിൻ തുറന്നു പറഞ്ഞേനെ. അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട. എല്ലാം വിധിയെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. അശ്വിൻ എന്തായാലും എന്റേതു മാത്ര. ഇനിയുള്ള എന്റെ ജീവിതം അശ്വിനുള്ളതാ. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് മോനെ, ഇരിക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ എന്തുണ്ടായിന്ന് ഒരു പിടിയില്ല. ഈ ബന്ധുക്കൾ വളരെ മോശാ മോനെ. അവർ ഓരോന്നും മുള്ളു വെച്ച് പറയാൻ തുടങ്ങി. പൂജ കാല് കുത്തിയതും നിന്നെ ആശുപത്രിയിലാക്കേണ്ടി വന്നെന്ന്. അമ്മേ, അസൂയാലുക്കൾ പറയുന്ന ഇത്തരം കാര്യങ്ങളൊന്നും അമ്മ തീരെ ഗൗനിക്കരുത്. എന്നോടതൊന്നും പറയാനും ശ്രമിക്കരുത്. പൂജ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്നാണ് എന്റെ വിശ്വാസം.
ഛായയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ശേഷവും പൂജ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി. അമ്മേ, പൂജയ്ക്ക് എന്നെ വിശ്വാസമാണ്. പൂജ വളരെ നല്ല കുട്ടിയാണ്. പറയുന്നവര് പറയട്ടെ മോനെ, എല്ലാം മറന്നു കള. വരൂ വരൂ മേത്താജി, നല്ലത് വരട്ടെ. നന്നായിരിക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്താ വേഗം തിരിച്ചു വന്ന മോളെ? അശ്വിനെ കാണണമെന്ന് ഒരേ വാശി. ഓഹോ, അച്ഛാ, ഈ ശബ്ദം ഇവിടുന്ന ശബ്ദോ? എന്ത് ശബ്ദം? ഒരു ശബ്ദവും ഞങ്ങൾ കേട്ടില്ല. എന്ത്? അതെ അച്ഛാ, ഞങ്ങൾ ഒരു ശബ്ദവും കേട്ടില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നിയതാവും. ആ ശങ്കരിയമ്മേ, ഞാൻ ഇറങ്ങാം. ഒരു കപ്പ് കാപ്പി പോലും കുടിക്കാതെ. കാപ്പി പിന്നീടാകാം. മോളെ, അച്ഛൻ എന്നാ പോയി വരാം. ഇറങ്ങട്ടെ എന്നാ. ആ പടി വരെ ഞാനുണ്ട്. പൂജ, ഇന്നലെ എനിക്ക് എന്താണ് സംഭവിച്ചത്? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്തൊക്കെയാ ഉണ്ടായത്? പൂജ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാൻ തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പുറകിൽ നിന്ന് ഛായ വിളിച്ച പോലെ തോന്നി. ഞാൻ തൻ്റെ അടുത്ത് വരുന്നത് ഛായ തടയാൻ ശ്രമിച്ചതായി എനിക്ക് തോന്നി. അശ്വിൻ, ഇത് വളരെ നാച്ചുറലാണ്. ഛായയെ അശ്വിന് ജീവനായിരുന്നു. ഛായയോടൊത്തുള്ള വിവാഹം പോലും തീരുമാനിച്ചു കഴിഞ്ഞതായിരുന്നു. പക്ഷേ വിവാഹം നടന്നത് മറ്റൊരു വ്യക്തിയുമായിട്ട്. ആദ്യ രാത്രിയിൽ മറ്റൊരു യുവതി നിങ്ങളെ മണിയറയിൽ കാത്തിരിക്കുന്നു. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ മനോനില തെറ്റുന്നത് സ്വാഭാവികമല്ലേ? അശ്വിൻ, നിങ്ങളുടെ കയ്യിൽ ഛായയുടെ വല്ല ഫോട്ടോയുമുണ്ടോ? പൂജ, എന്തിനാ ഛായയുടെ ഫോട്ടോ? ഛായയുടേതായ ചിത്രം ഇപ്പോൾ എൻ്റെ മനസ്സിൽ പോലും അവശേഷിക്കുന്നില്ല. ആ പൂജ, ഒരു കോൺവക്കേഷൻ ഫോട്ടോ എൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. ആ, അത് ഞാൻ കാണിച്ചു തരാം. വരൂ. പൂജ, ഇതാണ് ഛായ. അശ്വിൻ, ഛായ എത്ര സുന്ദരിയായിരുന്നു. അശ്വിൻ, ഞാൻ നിങ്ങളുടെ ഭാര്യയാ. എങ്കിലും ഒരു കാര്യം തുറന്നു പറയാതെ വയ്യ. വിധി നിങ്ങളോട് കാണിച്ചത് ക്രൂരതയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തനി തങ്കം തന്നെയാണ് അശ്വിൻ. പൂജ, നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയ്ക്ക് മാത്രമേ ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറയാനാകൂ. You know what? You are a real sweetheart. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതം
നമസ്തസ്യ 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 നമോ നമഃ. അമ്മേ, നീ അന്തര്യാമിയാണ്. ഞങ്ങളെല്ലാം നിന്റെ കളിപ്പാട്ടങ്ങൾ മാത്രം. ഞാൻ ഇന്ന് പൂജയുടെ വീട്ടിൽ പോയിരുന്നു അമ്മേ. അവളുടെ വീടിനെയാകെ ഏതോ ദുഷ്ടശക്തി കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ആ വീട്ടിൽ ദുർനിമിത്തങ്ങളെയുള്ളൂ. പിന്നെ അശ്വിന്റെ അസുഖത്തിനും കാരണം അതാണ്. അമ്മേ, അവരെ വേഗം രക്ഷിക്കൂ. അവരെ രക്ഷിക്കൂ അമ്മേ. ഓ, താങ്ക് യു. വേഗം കുടിച്ചോളൂ. അമ്മ കിടന്നോ? ആ, പക്ഷെ അശ്വിന് ഇന്ന് ഉറങ്ങാനുള്ള ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യമായി ചില ചെക്കുകൾ ഒപ്പിടാനുണ്ടായിരുന്നു. ആ, പിന്നെ പൂജയുടെ നിഗമനം ശരിയാ. ഇന്ന് ഞാൻ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ പ്രത്യേകിച്ച്? കാരണമുണ്ടല്ലോ. ഇന്നത്തെ രാത്രി നമ്മൾ ഉറങ്ങുന്നില്ല. എനിക്ക് തന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പൂജ. പൂജയെ അടുത്തറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഒരുമിച്ചൊരു ജീവിതയാത്ര തുടങ്ങിയിരിക്കുന്നു. എൻ്റെ കൈ പിടിച്ച് കൂടെ വരാൻ പൂജ തയ്യാറുമായി. അശ്വിൻ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇത്രയൊന്നും എന്നെ പുകഴ്ത്തരുതേ. ഞാൻ അശ്വിന്റെ ഭാര്യയാണ്. അശ്വിൻ എൻ്റെ എല്ലാമാണ്. അശ്വിന്റെ ജീവിതം സന്തോഷമാക്കാൻ ഞാൻ ശ്രമിക്കും. ഒരു കാര്യത്തിലും ഞാൻ ഒരിക്കലും അശ്വിനോട് പരാതി പറയില്ല. അരുത്. നീ വെറും ഒരു മിഥ്യയാണ്. നീ സത്യമല്ല. ഇത് മിഥ്യയല്ല, സത്യമാണ്. സത്യം. അശ്വിൻ എന്തായി പറയുന്നേ? തന്നോടല്ല, ഞാൻ ഇവളോടാണ് പറഞ്ഞത്. ഇവൾ എന്നെ മാറാതെ പിന്തുടരുകയാണ്. നോക്ക്, നീ എന്റെ ഭൂതകാലമാണ്. എന്റെ മുന്നിൽ നിന്ന് പോ. മുന്നിൽ നിന്ന് പോകാനാ പറഞ്ഞത്. നമ്മെ രണ്ടുപേരും കൂടാതെ ഈ മുറിയിൽ മറ്റാരുമില്ല. ഉണ്ട്. നിങ്ങൾ ഇരുവരുടെയും സമാഗമം നടക്കില്ല. ഞാനത് സമ്മതിക്കില്ല അശ്വിൻ. ഞാൻ നിങ്ങളെ ഒരു നിഴൽ പോലെ പിന്തുടരും. പൂജ, വേഗം എന്റെ അടുത്ത് വരൂ. ചായ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൂജ വരൂ, എനിക്ക് പേടിയാകുന്നു. പൂജ, പൂജ. അശ്വിൻ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വരൂ, വരൂ, എന്റെ അടുത്ത് വരൂ പൂജ. പൂജ, എന്നെ സഹായിക്കൂ പ്ലീസ്. എന്നെ എന്താണിത് അശ്വിൻ? പൂജ, പ്ലീസ് പൂജ. പൂജ, എന്നെ സഹായിക്കൂ. പൂജ, പൂജ. അശ്വിൻ, 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 പൂജ, അശ്വിൻ, പൂജ, പൂജ.
അശ്വിൻ അശ്വിൻ മോനെ വാതില് തുറക്ക. മോളെ എന്താ ഉണ്ടായേ? വാതില് തുറക്ക് മോളെ. മോളെ വാതില് തുറക്ക. അശ്വിൻ അശ്വിൻ ആരെങ്കിലും ഒന്ന് വാതില് തുറക്ക. ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇയാളുടെ ദേഹത്തെ പരിക്കുകളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ 10-20 പേര് കൂടി നിർദാക്ഷിണ്യം മർദ്ദിച്ചതുപോലെയുണ്ട്. പക്ഷെ സംഭവം നടന്നത് നിങ്ങളുടെ ബെഡ്റൂമിലായിരുന്നില്ലേ? അതെ, അശ്വിൻ എന്റെ അടുത്തേക്ക് വരികയായിരുന്നു. പക്ഷെ പെട്ടെന്ന് നിന്നു. പിന്നീട് ഏതോ ഒരു ആത്മാവുമായി സംസാരിച്ചു. ആത്മാവോ? അതെ, വിവാഹത്തിന് മുൻപ് അശ്വിൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ആ കുട്ടി ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ആ പെൺകുട്ടിയെ അശ്വിൻ വീണ്ടും കണ്ടു അത്രേ. അവളോട് പോകാൻ പറഞ്ഞിട്ടും ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതൊക്കെ സംഭവിച്ചു കാണും. പക്ഷേ മെഡിക്കൽ സയൻസ് ഇതൊന്നും അംഗീകരിക്കില്ല. ഒരു ഡോക്ടറായി എനിക്കും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ എല്ലാം സത്യമാണ് ഡോക്ടർ. മെഡിക്കൽ സയൻസ് ഇതെല്ലാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ഇതെല്ലാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, എല്ലാം സത്യമാണ്. പക്ഷേ ഡോക്ടർ, അതൊക്കെ പോട്ടെ, അശ്വിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? നത്തിങ് സീരിയസ്. അതായത് അശ്വിന് വീട്ടിലേക്ക് പോകാമോ? തീർച്ചയായും അശ്വിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. പക്ഷേ മേത്താജി, സമാധാനിക്കൂ ശങ്കരിയമ്മേ. ഇതിനുള്ള ചികിത്സ ഇവിടെ വെച്ച് പറ്റില്ല, വീട്ടിൽ വെച്ചേ പറ്റൂ. ഞാൻ ശരിക്കും ആലോചിച്ച ശേഷാ പറയണേ. മേത്താജി, എല്ലാം താങ്കൾ തന്നെ തീരുമാനിക്കൂ. എനിക്കൊന്നിനും ശേഷിയില്ല. പേടിക്കേണ്ട ശങ്കരിയമ്മേ. ഇതിന്റെ കാരണം അറിയുന്നതുവരെ അശ്വിനെ ആ മുറിയിൽ കിടത്തണ്ട. നിങ്ങളുടെ മുറിയിൽ കിടത്തിയാൽ മതി. അതാണ് നല്ലത് ശങ്കരിയമ്മേ. ഡോക്ടർ, അശ്വിനെ എപ്പോൾ ഡിസ്ചാർജ് ചെയ്യാം? അശ്വിനെ ഞാൻ ഉറക്കിക്കെടുത്തിരിക്കുക. ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു സോ മച്ച്. പതുക്കെ. പൂജമോളെ, അശ്വിനെ വേഗം മുറിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. സൂക്ഷിച്ച്. ശരി. ശങ്കരിയമ്മേ, എന്താ? ഒരു ശബ്ദം നിങ്ങൾ കേട്ടോ? ശബ്ദോ? എന്ത് ശബ്ദം? കഴിഞ്ഞ തവണ വന്നപ്പോഴും താങ്കൾ ഇങ്ങനെ പറഞ്ഞല്ലോ. പക്ഷേ ഞാനൊരു ശബ്ദവും കേട്ടില്ല മേത്താജി. പക്ഷെ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. വ്യക്തമായും അതെന്റെ കാതിൽ മുഴങ്ങുന്നു. നോക്കൂ, ചായയുടെ ഏതെങ്കിലും ഒരു വസ്തു ഈ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ, ചായയുടെ കുറെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അശ്വിൻ നശിപ്പിച്ചു. ആ, അവളുടെ ഒരു മോതിരം. മോതിരോ? വിവാഹ നിശ്ചയത്തിന് അശ്വിനെ അവൾ അണിയിച്ച മോതിരം. കുറച്ചു ദിവസം മുമ്പ് അവൻ അത് ഊരി അലമാരയിൽ വെക്കുന്നത് കണ്ടു. എനിക്ക് ആ മോതിരം ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, വന്നട്ടെ. വരൂ വരൂ വരൂ. എന്താ, എന്ത് പറ്റി?
എനിക്ക് അലമാര തുറക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ. എന്തു പറ്റിയമ്മേ? പൂജ, ഈ അലമാര തുറക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് നോക്കാം. ശരി. മോളെ പൂജേ, നീ മാറി നിൽക്ക്. ഇത് നിനക്ക് തുറക്കാൻ പറ്റില്ല. ഞാനൊന്ന് ശ്രമിക്കാം. ഓം യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാം നമസ്തസ്യൈ 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 നമോ നമഃ. നോക്കൂ, മോതിരം എവിടെ? അത് ആ ട്രോയിലുണ്ട്. മേത്താജി, എന്റെ മോനൊന്നും സംഭവിക്കില്ലല്ലോ. അച്ഛ, എന്താ ഇതൊക്കെ? മേത്താജി, എന്റെ മോനെ രക്ഷിക്കണേ. ഭയപ്പെടേണ്ട. കാരണം എനിക്ക് പിടികിട്ടി കഴിഞ്ഞു. ദേവിയുടെ കൃപ. അമ്മ എന്തായാലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഇന്ന് തന്നെ ഞാൻ പൂജയും കൊണ്ട് അമ്മയെ തൊഴാൻ പോവുകയാണ്. അമ്മയ്ക്ക് രക്ഷിക്കാനാകൂ. ശങ്കരി അമ്മേ, പൂജമോള് തിരിച്ചെത്തും വരെ അശ്വിന്റെ അടുത്തുനിന്ന് മാറരുത്. ശരി. അച്ഛ, എന്റെ അശ്വിന് എന്താ പറ്റിയത്? അശ്വിനൊന്നും സംഭവിക്കില്ല മോളെ. നിന്റെ അശ്വിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. പൂജമോളെ, ഞാനിപ്പോൾ പറയുന്നതെല്ലാം മോള് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറയണ പോലെ തന്നെ പ്രവർത്തിക്കും വേണം. ആ താലിമാല അഴിച്ചു തരൂ. താലിമാലയോ? അമ്മയുടെ പാദത്തിൽ വെച്ച് പൂജിക്കാനാ. താ.
ദാ വാങ്ങിക്കോളൂ, കഴുത്തിലിട്ടോളൂ. പൂജമോളെ, ഈ താലിമാല നിനക്ക് ആ ആത്മാവുമായി പോരാടാനുള്ള ശക്തി നൽകും. താലി എന്നത് വെറും ഒരു ആഭരണം മാത്രമല്ല, താലി എന്നത് സ്ത്രീയുടെ ശക്തിയാണ്. സ്വന്തം പതി ആപൽഘട്ടങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ പോലും സുമംഗലയ്ക്ക് ശക്തി നൽകുന്നത് താലിയാണ്. മോളെ, ഒരു പതി സ്വന്തം പത്നിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് വളരെ പരിപാവനമായൊരു ചടങ്ങാണ്. അതേ താലിമാല സ്വന്തം പതിയെ രക്ഷിക്കാനുള്ള ഒരു ആയുധമായി തീരുന്നു. ഇതേ ആയുധം കൊണ്ട് നിനക്ക് അശ്വിനെ രക്ഷിക്കാനാകും. മോളെ, ഞാൻ പറഞ്ഞതനുസരിച്ച് നീ കൂടുതൽ ആത്മവിശ്വാസം നേടണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഛായയുടെ ആത്മാവിന്റെ പിടിയിൽ നിന്നും അശ്വിനെ രക്ഷിക്കാനാകില്ല മോളെ. പക്ഷേ അച്ഛ, എന്റെ അശ്വിനെ ഞാൻ തീർച്ചയായും രക്ഷിക്കും. മതി മോളെ, മതി. അച്ഛന് തൃപ്തിയായി. നോക്കു പൂജ മോളെ, ഈ പാവനമായ താലിമാല ഒരു കാരണവശാലും കഴുത്തിൽ നിന്നും അഴിച്ചു മാറ്റരുത്. അശ്വിന്റെ അടുത്ത് നിന്നും യാതൊരു കാരണവശാലും നീ മാറാനും പാടില്ല മോളെ. മോളെ, നമ്മുടെ ദേശത്തിന്റെ ചരിത്രം പതിവ്രതകളായ എത്രയോ സ്ത്രീകളുടെ വീരഗാഥകളാൽ സമൃദ്ധമാണ്. ഈ രാജ്യത്താണ് സാവിത്രി എന്ന മഹതി യമരാജനുമായി പോരാടി സ്വന്തം പതിയായ സത്യവാനെ രക്ഷിച്ചത്. നോക്കൂ, നിന്റെ പോരാട്ടം ഒരു സാധാരണ സ്ത്രീയായ ഛായയുടെ ആത്മാവുമായാണ്. അച്ഛ, ഞാൻ പോരാടും. അശ്വിനെ രക്ഷിക്കാനായി ആത്മാവുമായി എന്നല്ല, മരണത്തോട് പോലും ഞാൻ പോരാടും. പൂജ, എനിക്ക് വേണ്ടിയല്ലേ തനിക്കിതെല്ലാം ചെയ്യേണ്ടി വരുന്നത്? ഇതെന്റെ പോരാട്ടമാണ്. എന്നെ പോരാടാൻ അനുവദിക്കൂ. എനിക്ക് വേണ്ടി എന്തിനാണ് സ്വന്തം ജീവൻ അപായപ്പെടുത്തുന്നത്? അശ്വിൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ അശ്വിനൊപ്പം അഗ്നിയെ വലം വച്ചവളാണ്. ഒരുമിച്ച് ജീവിക്കുമെന്ന് വാക്ക് തന്നവളാണ്. അശ്വിന്റെ ദീർഘായുസിനായി സിന്ദൂരം തൊടുന്നവളാണ്. അശ്വിൻ അണിയിച്ച താലിമാലയാണ് എന്റെ കഴുത്തിലുള്ളത്. ഞാൻ അശ്വിന്റെ അർദ്ധാംഗിനിയാണ്. അശ്വിൻ എന്റെ ഭർത്താവാണ്, എന്റെ ജീവനാണ്. ഇനി ഈ പോരാട്ടം നിങ്ങളുടേതല്ല, എന്റേതാണ്. പാതിവ്രത്യത്തിന്റെ ശക്തി ഞാൻ കാണിച്ചു തരാം. എന്റെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചു മാറ്റുവാൻ ആരോ ശ്രമിക്കുകയാണ്. എന്റെ പ്രാണനെ എന്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുവാൻ ആരോ ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഞാൻ എങ്ങനെ പിന്മാറും? അശ്വിൻ, ഒരിക്കലും അശ്വിനെ ആർക്കും എന്നിൽ നിന്നും വേർപെടുത്താനാവില്ല. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഞാൻ നിന്നെ അശ്വിനിൽ നിന്ന് വേർപെടുത്തും. അശ്വിൻ എന്റേത് മാത്രമാണ്, എന്റെ. ഞാൻ എന്നും അശ്വിനെ സ്വന്തം ജീവന് തുല്യം സ്നേഹിച്ചവളാ. ഒരാളും അശ്വിനെ ഒന്ന് തൊടാൻ പോലും ധൈര്യം കാണിച്ചിട്ടില്ല. നിന്നെയും അതിന് ഞാൻ അനുവദിക്കില്ല. എന്തെന്നാൽ അശ്വിൻ എന്റേത് മാത്രമാണ്, എന്റേത് മാത്രം. അല്ല, അശ്വിൻ നിങ്ങളുടേതായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എന്റെ ഭർത്താവാണ്, എന്നെ താലി ചാർത്തിയവനാണ്. അല്ല, താലി ചാർത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല. അശ്വിൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. അശ്വിൻ എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, എന്നെ മാത്രം. നിശ്ചയത്തിന് മോതിരം അണിയിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനി എന്റെ ബന്ധനത്തിൽ നിന്നും ഒരിക്കലും അശ്വിന് മോചനം ലഭിക്കുകയില്ലെന്ന്. എന്റെ മരണശേഷം പോലും എന്നിൽ നിന്നും അശ്വിന് രക്ഷപ്പെടാനാവില്ലെന്ന് ഞാനൊന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്.
അശ്വിൻ 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 ഓ ഗോഡ് നിനക്കിനി എന്താണ് വേണ്ടത് ചായ അശ്വിൻ അശ്വിൻ ഒന്നും സംഭവിക്കില്ല ഞാനും കൂടെ ഉണ്ടല്ലോ നിനക്ക് ഇനിയും മതിയായില്ലേ ഇത്ര ഒന്ന് കണ്ടിട്ട് നിനക്ക് തൃപ്തിയായില്ലേ അശ്വിൻ അശ്വിൻ എന്റെ ദൈവമേ എന്താണ് ഈ സംഭവിച്ചത് അശ്വിൻ അശ്വിൻ ഒന്നും സംഭവിക്കില്ല ഞാനുണ്ട് അശ്വിൻ ഒന്നും സംഭവിക്കില്ല അശ്വിന്റെ കൂടെ ഞാനുണ്ട് പോകാനാ പറയേ ഇവിടെ നിന്ന് പോകാൻ പോകാനാ പറഞ്ഞേ അശ്വിൻ 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 ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല അശ്വിൻ ഇപ്പൊ നീ രക്ഷപ്പെട്ടു പക്ഷെ എപ്പോഴും താലി നിന്നെ രക്ഷിക്കില്ല പൂജേ താലി നീ അഴിച്ചു വെക്കുമല്ലോ താലി നീ അഴിച്ചു വെച്ചാൽ നിന്നിൽ നിന്നും എന്റെ അശ്വിനെ ഞാൻ വേർപെടുത്തും അരുത് അങ്ങനെ ചെയ്യരുത് ചായ ചായക്ക് എന്താണ് വേണ്ടത് നിന്നെ എനിക്കിവിടെ കാണണ്ട അതെങ്ങനെ സാധ്യമാകും അശ്വിൻ എന്നെ വിവാഹം ചെയ്തതല്ലേ എങ്കിൽ ഈ ബന്ധം വേർപെടുത്തിയേ മതിയാകൂ മരണം വരെ ഈ ബന്ധം എനിക്ക് അറുത്തു മാറ്റാൻ കഴിയില്ല മരണം വരെ ബന്ധം അറുത്തു മാറ്റാൻ കഴിയില്ലെങ്കിൽ എത്രയും വേഗം നീ മരിക്കും ഞാൻ മരിച്ചെങ്കിൽ പിന്നെ നീ എന്റെ അശ്വിനെ വെറുതെ വിടുമോ നീ മരിച്ചാൽ ഞാൻ അശ്വിനെ വെറുതെ വിടാം പൂജ അരുത് പൂജ ചായ പറയുന്നത് കേൾക്കരുത് പൂജ അശ്വിൻ ഞാൻ അശ്വിന്റെ ജീവന് വേണ്ടി എന്റെ ഈ ജീവൻ സന്തോഷത്തോടെ ബലി കഴിക്കും അതൊരു പത്നിയുടെ കടമയാണ് പൂജ അരുത് പൂജ അരുത് പൂജ ചായ പറയുന്നത് കേൾക്കരുത് പൂജ നിൽക്കൂ പൂജ പൂജ നിൽക്കൂ 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 പൂജ ഞാൻ പറയുന്നത് കേൾക്കൂ അശ്വിൻ നിൽക്കൂ നിൽക്കൂ അവിടെ അവൾ ആത്മഹത്യ ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു നീ പറയുന്നത് നിനക്ക് എന്നെ ജീവന തുല്യം സ്നേഹമെന്നല്ലേ ശരിയല്ലേ ഞാനും അത് വിശ്വസിച്ചിരുന്നു പക്ഷെ അതെന്റെ തെറ്റിദ്ധാരണയായിരുന്നു നീ നുണ പറയുകയാണ് ഛായ നിനക്കാരോടും ഒരു സ്നേഹമില്ല അല്ല അശ്വിൻ ആ നിന്റെ മരണശേഷം എന്റെ ജീവിതത്തിലാകെ അന്ധകാരം നിറഞ്ഞിരുന്നു ഛായ നിന്റെ മരണശേഷം എന്റെ മുറിവേറ്റ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല നിന്റെ മരണശേഷം എന്റെ ജീവിതം കൊടുങ്കാറ്റിൽ പെട്ടുപോയ ഒരു തോണി പോലെ ആടിയുലയുകയായിരുന്നു അപ്പോഴാണ് ഈ പെൺകുട്ടി ആ തോണിയെ രക്ഷിക്കുവാനായി മുന്നോട്ട് വന്നത് നിന്റെ പ്രേമത്തിൽ തികച്ചും അന്ധനായ എന്നെ ആ യുവതി സ്വാന്തനിപ്പിച്ചു ഇന്ന് അതേ യുവതി നിന്റെ അശ്വിനെ രക്ഷിക്കാനായി ആത്മഹത്യ ചെയ്യാനായി പോയിരിക്കുന്നു ഛായ നീ പറയുന്നത് നിനക്ക് എന്നെ വലിയ സ്നേഹമെന്നല്ലേ ഇതാണോ നിന്റെ സ്നേഹം സ്നേഹിക്കുന്നവരെ തകർത്തുകൊണ്ടാണോ നിന്റെ സ്നേഹപ്രകടനം ഇന്ന് ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ഛായ നീ ഒരിക്കലും സ്നേഹം അർഹിക്കുന്നില്ല ഐ ഹേറ്റ് യു ഛായ ഐ ഹേറ്റ് യു പൂജ പൂജ പൂജ
പൂജെ. പൂജെ, നിൽക്കൂ. നിൽക്കൂ പൂജെ, നിൽക്കൂ. നീയോ എന്തിനിവിടെ വന്നു? എന്തിനെന്നെ ഇനിയും പിന്തുടരുന്നു? നിനക്ക് ഇനിയും മതിയായില്ലേ? ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ആത്മഹത്യ ചെയ്യരുത് പൂജെ, ഒരിക്കലും ചെയ്യരുത്. എന്തുകൊണ്ട്? ഞാൻ നിങ്ങൾക്കിടയിൽ നിന്നും പിന്മാറിയാൽ മാത്രമേ അശ്വിൻ ജീവിച്ചിരിക്കുകയുള്ളൂ. അരുത് പൂജെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അശ്വിൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. അശ്വിൻ എന്നെയല്ല നിന്നെയാണ് സ്നേഹിക്കുന്നത്. അശ്വിൻ ജീവിച്ചിരിക്കണമെങ്കിൽ നീ ആത്മഹത്യ ചെയ്യരുത്. നിനക്ക് മാത്രമേ അശ്വിനെ രക്ഷിക്കാനാകൂ. ഈ പറയുന്നത് നീ തന്നെയാണോ? അതെ പൂജ, ഞാനാണ് പറയുന്നത്. ഇന്ന് ഞാൻ പ്രേമത്തിന്റെ അർത്ഥം മനസ്സിലാക്കി പൂജ, മനസ്സിലാക്കി. എന്റെ പ്രേമം വിടരും മുമ്പേ വാടിക്കരിഞ്ഞു പോയില്ലേ പൂജ? ഇന്നാണ് ഞാൻ ഈ താലിമാലയുടെ മഹത്വം അറിഞ്ഞത് പൂജ. ഇത് വെറും ഒരു ചരലിൽ കോർത്ത മുത്തുമണികളല്ല, സുമംഗലിയായ ഒരു സ്ത്രീയുടെ രക്ഷാകവചമാണ്. ഞാനിതാ വാക്ക് തരുന്നു, ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല, ഒരിക്കലും വരില്ല. പൂജ, 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 എന്നെ വിട്ടു പോകല്ലേ. പൂജ, അശ്വിൻ, പൂജ, പൂജ, എന്നെ വിട്ടു പോകല്ലേ. പൂജ, പൂജ, എന്നെ വിട്ടു പോകരുതേ പൂജ. ചെല്ലു പൂജ, ചെല്ലു. അശ്വിൻ, അശ്വിൻ, പൂജ, പൂജ, പൂജ. അശ്വിൻ. പൂജ, ഒന്നും പറ്റില്ലല്ലോ. ഇല്ല. അശ്വിൻ, പൂജ.